ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. ഇതേണ്ട ഇത്രയും ഒരു ചേഞ്ചസ് എൻ്റെ ഈ ഡാർക്ക് സ്കിൻ ടോണിന് ഉണ്ടാകാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെക്കാട്ടി നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എന്ത് സാധനമാണ് ഞാൻ മുഖത്തിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് അറിയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് വീഡിയോയിലോട്ട് പോകാം. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. വലിയ ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റിയ എന്നാൽ നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതേണ്ട നമ്മുടെ ചോറാണ്. കണ്ടോ, കുറച്ച് നമ്മുടെ ഫേസിനും നെക്കിലും ആവശ്യമായിട്ടുള്ള ചോറെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് പാലാണ്. കണ്ടോ, കുറച്ച് പാല് വേണം. പിന്നെ വേണ്ടുന്നത് നമ്മുടെ ടൊമാറ്റോ. അപ്പോൾ ഇത് മൂന്നിൻ്റെയും ഗുണം എല്ലാവർക്കും അറിയാം. ചോറിൻ്റെ ഗുണം അറിയാം, തക്കാളിയുടെ ഗുണം അറിയാം, പിന്നെ നമ്മുടെ പാല്. ഇത് മൂന്നും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഷോർട്സിൻ്റെ ലെങ്ത് എല്ലാവർക്കും അറിയാം 60 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് മിനിമം ഒരു 8 മിനിറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ചിലപ്പോൾ 8 മിനിറ്റ് ആകും, ചിലപ്പോൾ അതിൽ കൂടും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തിയായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ. അപ്പം നമുക്ക് ഇനി ഇത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം, പക്ഷേ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നത് നമുക്കിതൊരു പാനിനകത്തോട്ട് ചെറിയ ചൂടിലൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചെയ്തിട്ട് വരട്ടെ. ഞാനിതിപ്പം ഒരു പാത്രത്തിനകത്തോട്ട് അടുപ്പിൽ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് കൈവിടാതെ ഇളക്കി കൊടുത്ത് ഒരു കുറുക്ക് രൂപത്തിൽ ആക്കിയെടുക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ റിസൾട്ടാണ് കേട്ടോ. നമ്മൾ തീ ഒരിക്കലും കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. തീ ചെറുങ്ങനെ ഇട്ട് കുറച്ചൊന്ന് കുറുകിയാൽ മതി കേട്ടോ. നമ്മൾ ചോറാവുന്നത് കൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് തീ കുറച്ചിട്ടിട്ട് നല്ലതുപോലെ ഒരു 2 തിള, നല്ലൊരു 2 തിള വരുമ്പോഴത്തേനും നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആറാൻ വെക്കാവേ. ഇതിവിടെ ഇപ്പം നല്ലതുപോലെ തിളച്ച് വിട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു കുറുക്ക് രൂപ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ടിട്ട് നല്ലതുപോലെ ആറാൻ മാറ്റി വെക്കാം. ആറിയതിന് ശേഷമേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവച്ചാൽ മതി. അതിൻ്റെ കാറ്റിൽ അത് പെട്ടെന്ന് ആറിക്കിട്ടും. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് ഞാനൊന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കുവാണ്. നമുക്കിത് വേണമെങ്കിൽ ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ കേട്ടോ. ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അങ്ങനെ ആറാൻ വെക്കാതെ. ഞാനിവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാൻ പോവുകയാണെങ്കിൽ മാറ്റി വിട്ടിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് നല്ല പോലെ തണുത്ത് കിട്ടും കേട്ടോ. അപ്പോഴേ നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ഞാൻ നല്ലൊരു പാത്രത്തിലോട്ട് മാറ്റിയെങ്കിലും ചെറിയ ചൂടുണ്ട്. ഞാൻ നല്ലപോലെ തണുത്തിട്ട് എടുക്കത്തുള്ളൂ കേട്ടോ. എല്ലാവരും ഈ സിമ്പിളായിട്ടുള്ള ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൊറിയൻ സീക്രട്ട് എന്ന് പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പായ്ക്കാണ്. അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനെൻ്റെ ഫേസ് ഒന്ന് കഴുകട്ടെ. പൊട്ടും സിന്ദൂരം എല്ലാം ഒന്ന് മാറ്റി കഴുകിയിട്ട് വരട്ടെ. എന്നിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാവേ. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്കിതൊന്ന് മസാജ് ചെയ്ത് കഴുകി കളയാം കേട്ടോ. ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേന്. അപ്പോൾ നമുക്കിത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ല മണമായിട്ടോ, നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കഴുത്തിലിടുന്നവർക്ക് കഴുത്തിൽ ഈ കൂട്ടത്തിൽ തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ, കട്ടിയായിട്ട്.
ഇപ്പം ഞാൻ ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ലെയർ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൊറിയക്കാരുടെ സ്കിൻ സീക്രട്ട് അല്ലയോ റൈസ്, അതെല്ലാവർക്കും അറിയാം. അവരുടെ സീക്രട്ട് ഹെയറിൻ്റെ ആയാലും സ്കിന്നിൻ്റെ ആയാലും അവരുടെ സീക്രട്ട് എന്ന് പറയുന്നത് നമ്മുടെ അരിയാണ് കേട്ടോ, നമ്മുടെ ചോറ്. പിന്നെ തക്കാളി, നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഒരു ഗ്ലോ തരാൻ തക്കാളിക്ക് ഭയങ്കര കഴിവുണ്ട്. പാല് മൂന്നും കൂടെ ആകുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. അത്യാവശ്യം ഞാൻ കട്ടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കട്ടിക്കിടാൻ പറ്റുമെങ്കിൽ കൊടുത്തോളൂ. ഞാനിപ്പോൾ അത്യാവശ്യം കട്ടിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 20 മിനിറ്റ് ഇതൊന്ന് ഡ്രൈ ആവുന്ന ടൈമിൽ മാത്രം വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി കാണിച്ചു തരാം. അതുകൊണ്ടിപ്പം 20 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാം കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റം മാത്രമേ ഉള്ളൂ. ചോറായതുകൊണ്ട് നല്ലതുപോലെ ഉണങ്ങിയിരിക്കും കേട്ടോ. നമ്മളെന്നാലും അത് കുറച്ച് പാടാണ് ഇളകാൻ. അപ്പോൾ അതേണ്ട നല്ലതുപോലെ നമ്മുടെ ഫേസ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രം ചെയ്ത ഒരു പായ്ക്കാണ് ഇത്. നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കി ഇടുക. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കെല്ലാം